എന്നാടി? ഞാനേ കുറച്ച് മേക്കപ്പ് മെറ്റീരിയൽസ് ഓൺലൈനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നീ പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ? ഏയ് ഇന്നോ നാളെ പോകുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ പോകത്തില്ലേ? അന്നേരം ഓടിപ്പോ വാങ്ങാൻ നിന്നാലേ കിട്ടത്തില്ല. ഇതിപ്പോ ഓർഡർ ചെയ്താലും ഒരാഴ്ച കഴിയും കിട്ടാൻ. ഏത് നേരം നോക്കുമ്പോ ഇതിനിട്ട് തന്നെ കുത്തിക്കൊണ്ടെങ്കിൽ ഇരുന്നോണം. അതിന് പവിത്രേട്ടൻ എന്നാ? പവിത്രേട്ടനോട് ഞാൻ കാശൊന്നും ചോദിക്കുന്നില്ലല്ലോ. എന്റെ ചെലവിന് എന്റെ ആവശ്യത്തിന് എന്റെ അക്കൗണ്ട് എന്റെ അച്ഛൻ കാശിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇടി എനിക്കൊരു 5000 രൂപ വേണമായിരുന്നു. 5000 രൂപയോ? എന്തിന്? ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. മാത്രമല്ല, അമ്മച്ചിയുടെ മുറിയിലെ ഫാൻ കേടായിട്ട് കിടക്കുക, അതൊരെണ്ണം മേടിക്കണം. പിന്നെ എൻ്റെ സ്കൂട്ടറിന്റെ വീല് പോയിരിക്കുക, അതൊരെണ്ണം മേടിക്കണം. എല്ലാം കൂടി ഒരു 5000 രൂപ വേണ്ടി വരും. അയ്യടാ, എന്റെ ആവശ്യങ്ങൾക്കാണ് എന്റെ അച്ഛൻ എന്റെ അക്കൗണ്ടിൽ കാശിട്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ അമ്മയ്ക്ക് ഫാൻ വാങ്ങിക്കാനല്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ പവിത്രേട്ടൻ ഉണ്ടാക്കണം കാശ്. എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി ഒരു ശകലം താമസം ഉണ്ടെന്ന്. മതി, എന്നിട്ട് വാങ്ങിച്ചു കൊടുത്താ പോരെ ഫാൻ. അന്നേരം എന്റെ സ്കൂട്ടറിന്റെ ടയറോ? നടന്നു പോണം. നിനക്ക് തരാൻ പറ്റുമല്ലോ? എന്റെ പവിത്രേട്ടാ, ഈ ഭാര്യയോട് വീട്ടു ചെലവിന് കാശ് ചോദിക്കുന്നേക്കാൾ നാണം കെട്ട പരിപാടി വേറെ ഇല്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിലേ എന്ത് ചെയ്തേനെ? നിനക്ക് തരാൻ പറ്റുമല്ലോ? എനിക്കങ്ങ് വയ്യ. എന്നാ വേണ്ട, പ്രശ്നം തീർന്നില്ലേ? ഞാൻ വേറെ വഴി നോക്കിക്കോളാം. നോക്കൂ. അയ്യടാ, അങ്ങനെ എന്റെ കാശ് കൊണ്ട് ഫാൻ വാങ്ങിച്ച് നിങ്ങളുടെ അമ്മ ഉറങ്ങണ്ട. അമ്മച്ചി, അമ്മച്ചിരി കാശുമല്ലോ ഇരിപ്പുണ്ടോ? എൻ്റെ എവിടെ നിന്നാടാ കാശ്? നീ തരുന്നതിലേ എൻ്റെ ഉണ്ടായിരുന്നത്. നീ ഇപ്പം അതും തരുന്നില്ല. അതല്ലെന്നേ, അമ്മച്ചി പറഞ്ഞില്ലേ അമ്മയ്ക്കൊരു ഫാൻ മേടിക്കണമെന്ന് പറഞ്ഞില്ലേ? എനിക്കാണ് എൻ്റെ സ്കൂട്ടറിന്റെ ടയറും ഒന്ന് മാറണമായിരുന്നു. ഒരു 5000 രൂപ വേണം. 5000 രൂപ എൻ്റെ കാശില്ല. നീ സുമിത്രയോട് പോയി ചോദിക്ക്. അവളോട് ചോദിച്ചിട്ട് അവിടെ ഇല്ലെന്ന് അമ്മ പറയുന്നത്. ഏടാ നോക്കിയേ, നല്ല കസേരയില്ലേടാ, 2 നമുക്ക് മേടിക്കാടാ. അത് ശരി, ഇപ്പൊ അമ്മച്ചും തുടങ്ങി ഫോണിൽ കുത്തിയുള്ള കളി. എടാ, ഇതിന്റെ അകത്ത് വരുന്ന ഓരോ സാധനങ്ങൾ കാണണം, കൊതിയാവൂടാ. ഇതൊക്കെ അമ്മ എങ്ങനെയല്ലേ പഠിച്ചേ? സുമിത്ര പഠിപ്പിച്ച്. അവൾ എന്തെല്ലാം സാധനം മേടിക്കണം അറിയാമോ? ഇന്നലെ ഏതാണ്ടൊക്കെ ഓർഡർ കൊടുക്കണ്ടായി. ഞാനൊരു കാര്യം പറയുക. ആന പാ പൊളിക്കുന്ന കണ്ടോണ്ട് അണ്ണാൻ പാ പൊളിക്കാൻ വേണ്ടി നിൽക്കരുത്. അവിടെയൊക്കെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത അമ്മ ഇതൊക്കെ കണ്ട് ആശിക്കാൻ നിൽക്കല്ലേ? വന്നോ? നീ എന്താടി ആവശ്യമില്ലാത്തൊക്കെ അമ്മച്ചി പഠിപ്പിക്കുന്നേ? നിനക്ക് ഇതൊക്കെ നിന്നെ പോലെ കാശുള്ളവർക്ക് പറഞ്ഞേക്കുന്ന, ഞങ്ങളുടെ അമ്മച്ചിക്ക് ഒന്നും അറിയത്തില്ല. അതോ? അത് അമ്മച്ചിക്ക് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചു. ഇനി പവിത്രേട്ടന് പഠിക്കണം. കളിയായി. എന്നിട്ട് വേണം വായു ഗുളിക പോലും മേടിക്കാൻ കാശില്ലാത്ത ഞാൻ ഇനി ഫോണിൽ കുത്തി സാധനം മേടിക്കാൻ വേണ്ടി പോവാ. ഇതുപോലൊരു ഗതികെട്ടവനുണ്ടെങ്കിൽ ഇത് കൊള്ളാലോ അമ്മച്ചി. അറിയാം. കൊടുത്തോ കൊടുത്തോ. നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ഞാൻ വന്നു എനിക്കൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനായിട്ട്. എന്നാന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു സഹായം ചെയ്യണം. എന്നാ സഹായം? പറ്റില്ലെന്ന് മാത്രം പറയല്ലേ, കാര്യം പറ. എനിക്കൊരു ശകലം കാശ് വേണം. എത്രയാ? ആദ്യം ഞാൻ എൻ്റെ ആവശ്യം ഞാനൊന്ന് പറഞ്ഞുതരാം. ആവശ്യം പറയണ്ട, കാശ് പറ. അല്ല അതല്ല, എന്നാലും അതല്ലല്ലോ അല്ലേ. എന്നുവെച്ചാൽ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറിയില്ലേ, അപ്പൊ അവിടുത്തെ ഒരു ഫാൻ കേടായിപ്പോ ഒരു മുറിയിലെ. അത് അമ്മച്ചി കിടക്കുന്ന മുറിയില്ല. അല്ല, അമ്മ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. കാര്യം ഇപ്പോഴത്തെ ചൂടിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ. അതൊന്ന്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂട്ടറിന്റെ ടയർ ഒന്ന് മാറണം. അയ്യോ, അത് പൊട്ടാറായി. അത് സമയത്തിന് മാറണം. അതെ, അല്ലെങ്കിൽ പിന്നെ അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു വിഷയവും. എല്ലാം കൂടെ ചേർത്തൊരു 5000 രൂപ എടുക്കാൻ കാണുമായിരിക്കും. കാശ് ഞാൻ തരാം, പക്ഷെ 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു തരണം. അതേം തന്നേക്കാം, കറക്റ്റായിട്ട് തന്നേക്കാം. സുമിത്ര എന്താ പറയണ? സുഖമായിട്ടിരിക്കുന്ന? അവക്ക് എന്നാ സുഖത്തിന് കുറവ്. നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കുന്നു, അമ്മച്ചിയായിട്ട് കിടന്ന് ബഹളം വെക്കുന്നു. പിന്നെ കുറച്ച് നേരം കഴിയാൻ നേരത്തെ അവർ സന്തോഷമായിട്ടിരിക്കുന്നു. ആ സന്തോഷം കാണുമ്പോഴേ തീരുമാനിച്ചോണം കുറച്ച് കഴിയാൻ നേരത്തെ ഒരു മുട്ടം ബഹളം ആ വീട്ടിൽ നടക്കാൻ പോവാണെന്ന്. പിന്നെ അവിടെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ ഉള്ളതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലല്ലോ. വീട്ടുകാരൊക്കെ ഇട്ട് കൊടുക്കുന്ന പൈസയാന്നേ. ആ പൈസ അവിടെ എന്ത്? ഇപ്പൊ എന്റെ മൊബൈലിനകത്തൊരു ഇതുണ്ടല്ലോ, ഓൺലൈൻ ഷോപ്പിംഗ്. ഇതും കളിച്ചോണ്ട് അങ്ങ് ഇരിപ്പാ. നമ്മളൊരു 10 പൈസ ചോദിച്ചാ നമുക്ക് തരത്തില്ല അവള്. അല്ലെങ്കിലും പെണ്ണ് വീട്ടുകാരുടെ കാശിന്റെ കുടുംബം നോക്കാന്ന് പറഞ്ഞാൽ അതിച്ചിരി മോശമുള്ള കാര്യമല്ലേ പവിത്ര? ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന് അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ആരാ? ഭർത്താവ് അല്ലേ ചായ? ശരിയാ. എടേ, നീ എന്റെ പേഴ്സിനകത്ത് കാശാണ്, അതിൽ നിന്ന് 5000 രൂപ എടുത്തുണ്ടോ? പവിത്ര, ഈ ഓൺലൈനിലുള്ള ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര അപകടമാണ്. സൂക്ഷിച്ച് ചിലവാക്കിയില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കാശ് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അതുമല്ല, അതിൽ പല തട്ടിപ്പുകളും ഉണ്ടെന്നേ. അത്യാവശ്യമാണെങ്കിൽ മാത്രമേ അതിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാവൂ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും.
എൻ്റെ സാറേ അതിന് എനിക്ക് ഈ കുന്ത്രാണ്ടൊന്നും അറിയത്തൊന്നുമില്ലല്ലോ. എന്നോട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അത് കൊള്ളാവോ ഇത് കൊള്ളാവോ. ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നു. ഇനി അവിടെ അക്കൗണ്ടിൽ കിടക്കുന്ന വൈദ്യല്ല അവിടെ എന്തെങ്കിലും കാണിക്കട്ടെ നമുക്ക് തന്നെ അല്ലേ. അതിന് പല ദോഷങ്ങളും ഉണ്ട്. ഒന്നാമതായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. രണ്ടാമത് വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാവത്തില്ല. മൂന്നാമത് ഈ ഓൺലൈനിൽ പല തട്ടിപ്പുകളുണ്ട്. എൻ്റെ സാറേ അവൾ ആ മൊബൈലിൽ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് ആ വീട്ടിലൊരു ശകലം സമാധാനം കിട്ടുന്നത്. എന്നേലും കാണിക്കട്ടെ. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്. ഈ ആലീസിനെ ഓൺലൈനിൽ ഒരു പുല്ലും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ചതിന് ശേഷം അവളത് പഠിച്ചു. ചായ കറണ്ട് ബില്ല് അടക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആട്ടാ ഇന്ന്. അടച്ചേക്കണേ മറക്കല്ലേ. ഓൺലൈൻ പേയ്മെന്റ് നീ ചെയ്തില്ലേ? എടി നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, പഠിപ്പിച്ചും തന്നേല്ലേടി. പഠിപ്പിച്ചൊക്കെ തന്നേ, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ലേ ചായ. എന്റെ ദൈവമേ, എടി നേഴ്സറി പിള്ളേർക്ക് വരെ ഇതറിയാം, എന്നിട്ട് നിനക്കറിയില്ല. അത് പിന്നെ അങ്ങനെ വേറെ ഉള്ള ഒരു വക തലയിലും കയറ്റൂലല്ലോ. ദേശനെയും കുഷുമ്പോലാണെങ്കിലോ അപ്പ പഠിച്ചോളൂ. ഈ ഫോണിലുണ്ടല്ലോ അങ്ങ് അടച്ചാ പോരെ. എടി ഞാനൊരു പ്രാവശ്യം അടയ്ക്കാൻ മറന്നുപോയി. അപ്പൊ നിനക്ക് അടച്ചൂടെ? ഇതെല്ലാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന്. എന്റെ തലയിലോട്ട് കേറത്തില്ല ചായ ഇതൊന്നും. എന്താ കേറാത്തത്? മിനിമം വിദ്യാഭ്യാസമുള്ള ആർക്കും ചെയ്യാവുന്നതല്ലേ. കണ്ടോ 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 എന്ത് കണ്ടോന്ന്? ഇപ്പൊ ഇച്ചായം പറഞ്ഞു വന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്തുവഴി? ഞാൻ വെറും +2 കാരി, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. ഇതല്ലേ ഇച്ചായം പറഞ്ഞതിന്റെ അർത്ഥം? +2ന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എന്തിനാ പറയുന്നത്? മനസ്സിലാക്കാലോ. ഇച്ചായം വലിയ മൃഗ ഡോക്ടർ, ഞാൻ വെറും ഒരു +2 കാരി. ഇച്ചായൻ അത്രക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? ആലിസ് നീ എന്തൊക്കെയാ ഈ പറയുന്നേ? വല്ല മജിസ്ട്രേറ്റിനെ കിട്ടി സുഖമായിട്ട് ജീവിക്കായിരുന്നില്ലേ? നിനക്ക് പ്രാന്താണോടി? അത് തന്നെ പ്രാന്ത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നുണ്ട്? ഇച്ചായൻ അബദ്ധത്തിൽ എന്നെ കല്യാണം കഴിച്ചു. ഇപ്പൊ തോന്നുന്നു അത് വേണ്ടായിരുന്നെന്ന്. അതുകൊണ്ടാണ് ഇച്ചായന്റെ വായിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ വീഴുന്നത്. നീ ഇങ്ങനെ കൊണഷ്ടി ചിന്തിക്കുന്ന സമയത്തിന്റെ പകുതി മതി നിനക്ക് ഓൺലൈൻ പേയ്മെന്റ് എന്താണെന്ന് പഠിക്കാൻ പറ്റും. അതെന്താ മനസ്സില്ല, അതുകൊണ്ട് വിഷയം മാറ്റാൻ വേണ്ടി മുട്ടാപ്പോക്ക് പറയുക. ഇച്ചാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ കുന്ത്രാണ്ടം ഞാൻ പഠിക്കാൻ പോണില്ല. അതെന്റെ വാശിയാണ്, എനിക്കുണ്ട് അഭിമാനം. ഇത് അഭിമാനമല്ല, ദുരഭിമാനം. വിവരം കിട്ടവൾ പഠിക്കാൻ വയ്യ. അലിസേ, എന്തുവാടി നമുക്ക് വഴക്കുണ്ടാക്കുക? എന്തൊക്കെ കാര്യങ്ങൾ നീ ചെറിയ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വഴക്കുണ്ടാക്കുവോ? എന്റെ പൊന്നുകൂടെ, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നല്ലേടി. ഓൺലൈൻ പേയ്മെന്റ് പഠിച്ചിട്ടുള്ള നന്മയൊന്നും എനിക്ക് വേണ്ട. എന്റെ പൊന്ന് ആലീസെ, ഇനി നിന്നെ അവിടെ ആരെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് ഓൺലൈൻ പേയ്മെന്റ് അറിയാവോന്ന് ചോദിച്ചാൽ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് ആർക്കാ? എന്ത് നാണക്കേട്? ആ നാണക്കേട് ഞാനങ്ങ് സഹിച്ച്. ഇപ്പൊ തന്നെ അപ്പുറത്തെ ഉണ്ണിയാർച്ചയെ നോക്ക്. അവിടെയുള്ള ഓൺലൈൻ പേയ്മെന്റ് മൊത്തം അടയ്ക്കുന്ന ഉണ്ണിയാർച്ച. സത്യവാലൻ സാർ ഇത് അറിയാറേ ഇല്ല. അത് ഇച്ചാൻ എങ്ങനെ അറിയാം? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഉണ്ണിയാർച്ച പറഞ്ഞു. എപ്പ പറഞ്ഞു? എപ്പൊ പറഞ്ഞെന്ന് ചോദിച്ചാൽ സമയമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ സംസാരിച്ചു. ഇത് നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഓളത്തിൽ പറയുമായിരുന്നു, അവിടെ വരുന്ന ഓൺലൈൻ പേയ്മെന്റ് മൊത്തം അടയ്ക്കുന്നത് ഉണ്ണിയാർച്ചയാണ്. സത്യവാലൻ സാർ തിരക്കായതുകൊണ്ട് ഇതൊന്നും അന്വേഷിക്കാറില്ലെന്ന്. ഓഹോ, അപ്പൊ അവര് പറഞ്ഞതിന്റെ പുറത്താണ് ഇച്ചായൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു, ഇതുവരെ ഓൺലൈനിൽ ഒരു പേര് പറയാത്ത ഒരാള് എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയണേന്ന്. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പെരിക്കും മനസ്സിലായത്. ഇത്രയും നേരം +2 ആയിരുന്നു, ഇപ്പൊ ഉണ്ണിയാർച്ച ആവും. അല്ലേലും ഇച്ചായൻ അവരെ കണ്ടപ്പോ തൊട്ട് എന്നോട് ഭയങ്കര പുച്ഛവാ. അങ്ങനെയൊന്നും തുടർന്ന് തന്നെ അവരാണെങ്കിലോ ആണുങ്ങളുടെ ഒരു തലവട്ടം കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ചാടി തുള്ളി ഇങ്ങോട്ട് കയറി വരും. ഇതൊക്കെയാണ് അല്ല, എനിക്കറിയാമല്ലോ എന്ന് ചോദിക്കാം. അവരെന്തിനാ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇച്ചാനോട് വന്ന് വിളമ്പുന്നത്? എനിക്കങ്ങനെ അറിയാം. ഞാൻ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ പോലീസുകാരനോട് പോയി പറയുന്നുണ്ടോ? പുച്ഛിക്കല്ലേ. സ്വന്തം ഭാര്യനെ പുച്ഛിക്കുന്ന ഒരാണുങ്ങളും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. പെണ്ണുങ്ങളെ മനസ്സറിഞ്ഞ് പ്രാഗിയ, അത് അച്ചട്ടം. അടങ്ങടി. ഓൺലൈൻ പേയ്മെന്റ് അടയ്ക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്തതുമില്ല, എന്റെ നെഞ്ചത്ത് കേറും. ആദ്യം എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, സത്യോടും പറഞ്ഞു. പിന്നെ പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഉണ്ണിയാർച്ചയെ കണ്ടു പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു. ഇത് ഞാൻ സമ്മതിക്കത്തില്ല, ഇത് ഞാൻ സഹിക്കത്തില്ല. എന്റെ നിർബന്ധത്തിനും പരിഹാസത്തിനും വഴങ്ങി അവള് പഠിക്കാന്ന് സമ്മതിച്ചത്. പിന്നെ അവള് കഷ്ടപ്പെട്ട് പഠിച്ചു കേട്ടോ. പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്റെ ശല്യം എനിക്ക് മനസ്സിലായത്. എന്നാ സാറേ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ശരി, അടുക്കളയിൽ വേറെ ജോലിയൊന്നും ഇല്ലേടെ നിനക്ക്? ഇത് കുത്തിക്കൊണ്ടിരിക്കുവാണോ?
എടീ എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിന്റെ കണ്ണ് പോവും. ആലിസ, ഞാൻ നിന്നോടാ സംസാരിക്കുന്നത്, നീ കേൾക്കുന്നില്ലേടി? ഈ ജീൻസ് എങ്ങനെയുണ്ട്? ടീഷർട്ടും പൊള്ളിയല്ലേ? എനിക്കിപ്പോ ജീൻസും ടീഷർട്ടും ഒന്നും വേണ്ട. അതിന് ഇച്ചാരാണെന്ന് ആര് പറഞ്ഞു? എനിക്കാ. അനക്കാ? ആ, നീ ജീൻസും ടീഷർട്ടും ഒന്നും ഇടാറില്ലല്ലോ. ഇടാറില്ല, പക്ഷെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു ആഗ്രഹം. നീ ജീൻസും ടീഷർട്ടും ഇട്ടോണ്ട് നിന്റെ വീട്ടിലോട്ട് പോകും. നിന്റെ അപ്പച്ചൻ നിന്നെ മടലെടുത്തടിക്കും. അതിന് നാട്ടിലോട്ട് പോകണ്ടല്ലോ, ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇട്ടോണ്ടൊക്കെ നിൽക്കാലോ. എന്നാത്തിന്റെ കേടാടി? എന്റെ ഇച്ചായനല്ല എന്നോട് പറഞ്ഞത് ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ പഠിക്കാനായിട്ട്. പഠിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ഓൺലൈൻ ഷോപ്പിംഗും ഒക്കെ പഠിച്ചു. എന്തോരം സാധനങ്ങളാന്നറിയോ ഇച്ചായ? കൂടുതലും ആവശ്യമില്ലാത്ത സാധനങ്ങളാ. എന്ത് പറയാനാണ്. ആലിസ, ഒരു ചായ എടുത്തടി. എടി, ഒരു ചായ എടുക്ക്. ചായ തരാം. ആലിസ, ആലിസ, ചായ തരാന്ന് പറഞ്ഞില്ലേ? കുറെ നേരം വരെ ചായ ചായ എന്ന് പറഞ്ഞിട്ട് അവിടെ എങ്ങനെ പോയിരിക്കും? ചായ ചായ നേരം വെളുക്കുമ്പോ തന്നെ ഒരു 10,000 ചായ ചോദിക്കും. അമ്മേ, ചായയുടെ ചായ എടുക്കാം. എടുക്കാന്നോ? എടി, ചായ കുടിക്കാൻ മൂഡ് തോന്നുമ്പോഴല്ലേ ചായ വേണ്ടത്, അല്ല നിനക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് എടുക്കുന്നത്. ഈ ചായ അത്രക്ക് മൂഡ് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ചായ ഇട്ട് കുടിക്കണം. ആണുങ്ങൾ ചായ ഇടാൻ പാടില്ലെന്നുള്ള നിയമമൊന്നും ഇല്ലല്ലോ. ഉണ്ടാ? എന്നാടി ഈ ചായന്റെ ഫോണിലായിരിക്കും ഒരു OTP വന്നതാ. ആ, ഞാൻ നേരത്തെ ഒരു ജീൻസും ടീഷർട്ടും കാണിച്ചില്ലേ, അത് ഞാൻ ഓർഡർ ചെയ്തു. എങ്ങനെ ഓർഡർ ചെയ്തെന്ന് ചോദിക്കേ. ദേ, ഇച്ചായന്റെ ATM കാർഡ് വഴി അതിന്റെ OTP നമ്പറാ വന്നതെന്ന് പറഞ്ഞേ. നീ എന്നാടി എന്നോട് ചോദിക്കാത്ത? എന്ത് ഇത്ര നിസ്സാര കാര്യമൊക്കെ എന്തിനാ ചോദിക്കുന്നത്? പറഞ്ഞതാ നമ്പർ. നിനക്ക് എന്തിന്റെ കേട്? ആവശ്യമില്ലാതെ കാശ് ചെലവാക്കരുതെന്ന് നിനക്ക് പറഞ്ഞിട്ടില്ല നിന്നോട്? ആർക്കും ആവശ്യമില്ലാതെ? എനിക്ക് ആവശ്യമുണ്ട് ഇച്ചായ. നമ്പർ പറ. എന്നാടി ആലീസേ? നമ്പർ പറഞ്ഞു തരാൻ. എന്തൊരു ശല്യമാ നോക്കി. താങ്ക് യു. ഒരാഴ്ചക്കുള്ളിൽ വരും. കാലം പോയൊരു പോക്കല്ലേ ഇച്ചായ. ഇച്ചായ ഇതൊന്നും എന്നെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിലേ സത്യമായിട്ട് ഇതൊന്നും അറിയാതെ ഞാനൊരു മുലക മണ്ടീനെ പോലെ ഇരുന്നേനെ. എന്നെ ഇച്ചാൻ ഇതെല്ലാം പഠിപ്പിച്ചല്ലോ. എന്നോട് സ്നേഹമുള്ളോണ്ടല്ലേ? സുന്ദരൻ. ചടുക്കാട്ടെ. ഫോൺ ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്യും. ഇതിനേക്കാൾ നല്ലത് മണ്ടിയായിട്ടിരിക്കുന്നതായിരുന്നു. കാടെടുത്ത് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കണം. സുമിത്രയ്ക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ. ഇവിടെ ആലീസിന് അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. അവൾ ഓൺലൈൻ എന്തൊക്കെയോ വാങ്ങിക്കുന്നു, OTP വരുന്നു, കാശ് ഞാൻ കൊടുക്കുന്നു, OTP വരുന്നു, കാശ് കൊടുക്കുന്നു. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ കാശ് പോയിക്കൊണ്ടേ ഇരിക്കുക. ഇതിപ്പോ സുമിത്രയുടെ അക്കൗണ്ട് അല്ലേ, അതിനകത്ത് കിടക്കുന്ന പൈസ തീരുമ്പോ അവിടെ അതൊക്കെ മാറിക്കോളും. പിന്നെ ആ പൈസ കൊണ്ട് എനിക്കൊരു 10 പൈസ ഗുണമില്ല. വീട്ടിൽ ഇച്ചിരി സമാധാനം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ സാറേ. 5000. പവിത്ര, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. പണ്ടത്തെ പോലെ ഒറ്റത്തടിയല്ല, ഇപ്പൊ ഒരു കുടുംബം ഉണ്ട്. കാശൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇവിടെ തന്നെ നോക്ക്, ഞാനും ഇച്ചാനും എന്തോരം ശ്രദ്ധിച്ചാന്നറിയോ ചെലവാക്കുന്നത്. ഇച്ചാന് കുറച്ച് ദൂർത്തൊക്കെ ഉണ്ട്, പക്ഷെ ഞാനുണ്ടല്ലോ മുറുക്ക പിടിക്കും. അല്ലേ ഇച്ചായ? അത് ഇച്ചാനിപ്പോ പറഞ്ഞങ്ങ് നാക്കെടുത്ത് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. പറഞ്ഞോ? ശരി എന്നാ കേട്ടോ. ഇച്ചായ, ഇന്നലെ രാത്രി ഞാൻ ചുരിദാർ കാണിച്ചില്ലായിരുന്ന ഓൺലൈനില്, പിങ്ക്? ആ പിന്നെ അത് ഞാൻ ഇന്ന് ഓർഡർ ചെയ്യേ. OTP വരും, അപ്പൊ പറഞ്ഞു തരണം. പറഞ്ഞുതരാം. OTP വരും, പറഞ്ഞു കൊടുക്കുക. അതെ, കാശ് 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു തന്നേക്കണേ. വിട്ടോ. ഈ OTP സംഭവം കൊള്ളാം അല്ലേ? കൊള്ളാം, നല്ല സംഭവം. നല്ല കളറല്ലേ? എനിക്കില്ല ഇതുപോലത്തെ. നേരത്തെ പവിത്രം നിന്നോണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. 2 ആഴ്ച മുന്നേ നീ ഓൺലൈനിൽ ഒരു ചുരിദാർ മേടിച്ചില്ലായിരുന്നോ? അതെവിടെ? അലമാരയിൽ വെക്കാനാണോ അത് മേടിച്ചത്? അല്ല, ആ നാട്ടിൽ പോകുമ്പോഴത്തേക്കേ അത് ഗ്രേസിയാൻ്റെ മൂക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. ഗ്രേസിയാൻ്റെ മൂക്ക് കൊടുക്കാനോ? ഗ്രേസിയാൻ്റെ മൂക്ക് കൊടുക്കാനാണോ അവിടെ അത് മേടിച്ചത്? ഗ്രേസിയാൻ്റെ മൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല വാങ്ങിച്ചത്, എനിക്കിടാൻ വേണ്ടി തന്നെ വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് കയറുന്നില്ല ചായ. ഇത് ഇവിടെ കൊണ്ട് ഭയങ്കര ഡയറ്റ്. 1052 രൂപ കൊടുത്തൊരു ചുരിദാർ മേടിച്ച് അത് കൊണ്ടുവന്നപ്പോൾ ചെറുതാണെന്ന് മനസ്സിലാക്കി അത് മടക്കി നീ അലമാരയിൽ വെച്ചു. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത ചുരിദാർ ഓർഡർ ചെയ്യുന്നു അല്ലേ?
എന്നാടി ഇത്? ഇനി എനിക്ക് അബദ്ധം പറ്റത്തില്ല ചായ. ഞാൻ കറക്റ്റ് സൈസ് നോക്കിയിട്ട് തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വരുമ്പോ ചെറുതാണെങ്കിലോ? ചെറുതാണെങ്കിൽ കംപ്ലൈന്റ് ചെയ്യും. എന്നാ പിന്നെ നേരത്തെ കംപ്ലൈന്റ് ചെയ്യായിരുന്നല്ലോ. അതാ കംപ്ലൈന്റ് ചെയ്യാത്ത? എന്താ ഫോൺ ചെയ്തിട്ട് അവർ എടുത്തില്ലേ? അല്ലെ ഇമെയിൽ ചെയ്തിട്ട് അവർ മറുപടി അയച്ചില്ലേ? എന്തിനാണ് വെറുതെ കാശ് ചെലവാക്കിക്കുന്നത്? എന്റെ ഇച്ചായ ഇപ്പൊ ഓർഡർ ചെയ്തേക്കുന്നതിന് 1052 രൂപയൊന്നും ഇല്ല, വെറും 900 രൂപയുള്ളു. 900 എന്ന് പറയുമ്പോൾ 1052 വലിയ കുറവുണ്ടോ? എടി കട്ടപ്പെട്ടാടി ഞാൻ കാശുണ്ടാക്കുന്ന. കട്ടപ്പെട്ട് കാശുണ്ടാക്കുന്നതിന്റെ വില അവർക്ക് മനസ്സിലാവൂലല്ലോ. ചെലവാക്കാൻ എന്ത് എളുപ്പമാ. ഓഹോ, അപ്പൊ ഇതാണല്ലേ ഇച്ചാന്റെ മനസ്സിലിരിപ്പ്? ഇച്ചാൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന, ഒരു പ്രയോജനം ഇല്ലാതെ ഞാൻ അത് ഇവിടെ ഇരുന്ന് മൊത്തം തൂർത്തടിക്കുന്ന, മൂക്കുമുട്ട തിന്നുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇച്ചായ പറഞ്ഞതിന്റെ മൊത്തം അർത്ഥം ഇത് തന്നെയാണ്. ആണ്, ഒരു പ്രയോജനം ഇല്ലാതെ എന്നെ ചെല്ലും ചെലവും കൊടുത്ത് ഇച്ചായ വളർത്തുന്നു, അതല്ലേ? ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഞാൻ കാശ് ചെലവാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, ആവശ്യത്തിന് മാത്രമേ ചെലവാക്കാവൂ. അങ്ങനെയാ ഞാൻ ഉദ്ദേശിച്ചേ. ഇനി ഇച്ചായ ഒന്നും പറയണ്ട, സത്യമായിട്ട് ഞാൻ ഇച്ചായന്റെ 1 രൂപ പോലും ഇനി ചെലവാക്കിക്കത്തില്ല. ഞാൻ ഒന്നും ഓർഡർ ചെയ്തില്ല. ഒരു ഗുണവും ഇല്ലാത്ത ഞാനില്ലേ ഇവിടെ അടുക്കളയിൽ ഏതെങ്കിലും ഒരു മൂലക്കിരുന്നോളാം. OTP ആയിരിക്കും. ഈ പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞു തന്നെ. ഇനി സത്യമായിട്ട് ഞാൻ ഒന്നും ഓർഡർ ചെയ്തില്ല. സന്തോഷായില്ലേ? എന്റെ ആലിസ്, വിചാരിച്ചില്ല എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നു. എന്നാ മെലോഡ്രാമ ആടിയത്? OTP കുന്ത്രാണ്ട പിടിച്ചോ. OTP എത്രയാ പറ? അനക്കെന്താ കണ്ണ് കാണത്തില്ലേ? കൊണ്ടുപോയി തിന്ന്. ആരാ എന്നാ പാഴ്സലായിട്ട് വന്നതാ. പാഴ്സലോ? എന്നാ പാഴ്സല്? അകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാ സംഭവം എന്നാന്ന് പറ. അതറിയില്ല. ഇതെന്നാ ഇത്? എടാ ഗ്ലാസ്, പ്ലേറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാ. നോക്കിയേ. അല്ലല്ലേ, മുറിക്കാൻ പറ്റേ. ഇത് എവിടുന്ന ഇത്? അത് ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ് ഞാൻ. 3 ദിവസമായിട്ടല്ലടാ ബുക്ക് ചെയ്തിട്ട്. അത് നല്ല കൃത്യനിഷ്ഠയുള്ള ടീമാണ് കേട്ടാ. എല്ലാ സാധനവും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത അമ്മ എങ്ങനെ ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് എങ്ങനെയാ? അയ്യേ, ഓൺലൈനിൽ സാധനം ബുക്ക് ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് പവിത്രനോട് ആരാ പറഞ്ഞേ? അതെങ്ങനെയാ? ഇതിനെപ്പറ്റി വല്ലതും പറഞ്ഞു തരാന്ന് വെച്ചാൽ അത് കേൾക്കത്തില്ലല്ലോ. എന്റെ പവിത്രേട്ടാ, നമ്മൾ ഈ സാധനങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് സാധനം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ കാശ് കൊടുത്താൽ മതി. ദേ ഇപ്പൊ സാധനം വീട്ടിൽ വന്നു, ഇനി കാശ് കൊടുക്കണം. അതിന്റെ പയ്യനാണ് പുറത്തിരിക്കുന്നത്. ഇതെന്നെ കാശ് കൊടുക്കാത്തന്റെ കാര്യം എന്നാ? എന്റെ എവിടെന്നാ കാശ്? നീ വരട്ടെ എന്ന് വിചാരിച്ച്. അതിന് എന്റെ എവിടെ ഇരിക്കുന്ന കാശ്? നീ വിചാരിച്ചാലാണ് കാശിന് പഞ്ഞം. പിന്നെ ഞാനിവിടെ നോട്ടടിക്കുമല്ലേ. എന്റെ അമ്മച്ചി, ഇത് ഞാൻ ആ ഡോക്ടറെ ഇരന്ന് മേടിച്ച പൈസയാ. അമ്മച്ചിക്ക് ഒരു ഫാൻ മേടിക്കാനും എന്റെ സ്കൂട്ടറിന് വീല് മേടിക്കാനും. ആ കാശ് നീ ആ ചെറുക്കന് കൊടുക്ക്. ഫാൻ പിന്നെ വാങ്ങാലോ. അയ്യോ സുമിത്രേ, നമ്മ ഇതൊക്കെ ബുക്ക് ചെയ്തപ്പോ ഒരു ഫാനും ഒക്കെ കണ്ടില്ല അതിന്റെ. അതും കൂടി ബുക്ക് ചെയ്താൽ മതിയായിരുന്നല്ലേ? അത് മതിയായിരുന്നു. നീ മിണ്ടി പോരുന്നു. അവിടെ കയ്യിലിരിക്കുന്ന 10 പൈസ ബാക്കിയുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യത്തിന് തരുവോ ഇല്ല. വെറുതെ ഇരുന്ന് എന്റെ അമ്മച്ചിന് ആവശ്യമില്ലാത്ത എല്ലാം പഠിപ്പിച്ചവള് വഷളാക്കുകയും ചെയ്യാം. നീ ആ ചെറുക്കനെ പറഞ്ഞു വിട്ടിട്ട് വാടാ. ഇനിയുണ്ട് കുറെ സാധനങ്ങള്, എല്ലാം നിനക്ക് കാണിച്ചു തരാം ഞാൻ. അമ്മ, അതിനകത്തൊരു 6 അടി നീളമുള്ള ശവപ്പെട്ടി കിട്ടുമെന്ന് നോക്കി. അതെന്തിനാ? അതിനാ സിറ്റ് ഔട്ടിൽ കൊണ്ട് നമുക്ക് ചെടി വെക്കാം. എന്നെ പിടിച്ചതിനകത്ത് കിടത്ത അധികം സമയം എടുക്കുന്നില്ല അങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. എന്തുവാ നിന്റെ പേര്? വിഷ്ണു. വിഷ്ണു. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയേക്കോണോ നീ? നിന്നെ ഇനി മേൽ ഈ പരിസരത്തെങ്ങാനും കണ്ട നിന്റെ മുട്ടുകാരി എന്തെങ്കിലും ഓടിക്കും. ചേട്ടാ എന്തിനാ വെറുതെ എന്നോട് ചൂടാവുന്നത്? അത് ശരി, കാശ് തരുവാൻ വേണം. എനിക്ക് ചൂടാകാനും മേലെ. എത്ര രൂപയാടാ? 4950. അയ്യോ, എല്ലാം പറ്റി 50 രൂപ കുറച്ചത്. 4950 കൊണുവാന്ന്. എല്ലാം കൂടെ 5000 രൂപ ഉണ്ട്. ഇനി മേലിൽ നിന്നെ ഇവിടെ കണ്ടാ നിന്നെ തലയെ തല്ലി പൊട്ടിക്കും. ഇറങ്ങിപ്പോ. നീ മിണ്ടരുത്, നീ മിണ്ടിപ്പോരുത്. നീ ഒറ്റ ഇത്രയും കാര്യം ഒപ്പിച്ചു വെച്ചത്. വെറുതെ വീട്ടിലിരിക്കുന്ന എന്റെ അമ്മച്ചിയെ വഷളാക്കുന്നത് നീ ഒറ്റ. അത് ബാങ്കിൽ കാശില്ലെന്ന് പറഞ്ഞപ്പോഴേ സാധനം കൊണ്ടുവരുമ്പോ കാശ് കൊടുത്താൽ മതി ഇവിടെ പറഞ്ഞ. അത് കേൾക്കാനിരിക്കുവായിരുന്നു അമ്മച്ചി. അല്ലാത്ത സമയത്ത് 2 പേരോടെ കീരി പാമ്പുക. ഇതുപോലുള്ള തോന്നിയാസം കാണിക്കാൻ നേരത്തെ ചക്കരയുടെ കൂടെ. ഞാനാണ് എന്റെ സ്കൂട്ടറിന്റെ ടയർ മേടിക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസയാ. ഇനി ഞാൻ എല്ലായിടത്തും ടയർ മേടിക്കും.